2-3 months മുന്നേ എൻ്റെ ഹെയറിൽ ഡാൻഡ്രഫ് എന്ന് പറഞ്ഞ സാധനം ഇല്ലായിരുന്നു. ആക്ച്വലി 2-3 months മുന്നേ ഇങ്ങനെ ഫുള്ള് പൗഡറി ലുക്കായിട്ട് ഇവിടെ മേളിൽ, അതായത് മേളിൽ നിന്ന് തന്നെ കാണാം ആക്ച്വലി മുടിയിൽ ഇങ്ങനെ ഡാൻഡ്രഫ് ഉണ്ടെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പാർലറിൽ പോയപ്പം അവർ ആക്ച്വലി സ്പാ ചെയ്ത് തന്നിട്ട് അവർ പറഞ്ഞു ഷിഫാൻ്റെ ഹെയർ ഇത്രയും ഡാൻഡ്രഫായിട്ട് ഇത്രയും അലമ്പായിട്ട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം അവർ റെക്കമെൻഡ് ചെയ്തൊരു ഷാമ്പു ആണ് ഇത്. അപ്പം ഞാൻ ഓർത്തു ഇങ്ങനെ കുറേ മീൻസ് വേറെയും ഇങ്ങനെ കുറേ ആഡൊക്കെ കണ്ടിട്ട് ഞാൻ കുറേ ഷാമ്പു യൂസ് ചെയ്തിട്ടുണ്ട്, എല്ലാം പരാജയമാണ്. എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വർക്ക് ചെയ്തിട്ടൊന്നുമില്ല. അത് കഴിഞ്ഞപ്പം ഇത് എന്താണെന്ന് പറഞ്ഞല്ലേ എന്നോർത്തു മേടിച്ച് നോക്കി. അപ്പം മേടിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും യൂസ് ചെയ്യുന്നു. ഞാനും അജുക്കയും യൂസ് ചെയ്യാൻ തുടങ്ങി. വൺസ് ഇൻ എ വീക്കാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അടിപൊളിയായിരുന്നു. ഇതെൻ്റെ 3rd ബോട്ടിലാണ് ആക്ച്വലി. ഞങ്ങൾ യൂസ് ചെയ്തിട്ട് 100% റിസൾട്ട് കിട്ടിയത്. അത് ഞങ്ങളുടെ ഫ്രണ്ട്സിനും കുറച്ച് റെക്കമെൻഡ് ചെയ്ത്, അവർക്ക് സെയിം തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. നമ്മൾ താരൻ ഡാൻഡ്രഫ് ആണ് കുറേ ബുദ്ധിമുട്ടിയിട്ടുള്ളതാണ്. ആൻഡ് ഇതിനകത്ത് സാലിസിലിക് കണ്ടന്റ് അടങ്ങിയേക്കുന്നതുകൊണ്ട് തന്നെ ഈ ഫംഗൽ ആക്ടിവിറ്റി കാരണം അങ്ങനെയുള്ള താരൻ ഡാൻഡ്രഫ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് പോവും. അപ്പോൾ ആൾക്കാരുടെ മുന്നിൽ പോകുമ്പോൾ മേളിൽ നിന്ന് നോക്കുമ്പം ഈ പൗഡറി ആയിട്ടുള്ള ഡാൻഡ്രഫ് സംഭവങ്ങളൊക്കെ കംപ്ലീറ്റ്ലി മാറും. അതാണ് ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ ഭയങ്കര ഫ്രിസി ഒക്കെ ആവും. ഇത് അങ്ങനത്തെ ഒരു സീനും ഇല്ല, നല്ല സ്മൂത്ത് ടെക്സ്ചറിൽ തന്നെ കിടക്കും. അപ്പോൾ ഇതിൻ്റെ ലിങ്കിലായിട്ട് നിങ്ങൾ എൻ്റെ പ്രൊഫൈലിൽ കമൻറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ പോയി ഫ്ലിപ്കാർട്ടിൽ ആമസോണിൽ എവിടെയെങ്കിലുമൊക്കെ പോയി തപ്പി കണ്ടുപിടിച്ചോ. I strongly recommend this Bare Anatomy shampoo, ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു. ഇത് കുറച്ചെടുക്കുക, നേരെ തലത്തേക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, കഴുകി കളയാം. നിങ്ങളുടെ ഡാൻഡ്രഫ് കുറച്ച് വീക്സിനുള്ളിൽ ഫുള്ളായിട്ട് മാറും.